1 മണിക്കൂർ നേരത്തെ ബാർ അടച്ചതുകൊണ്ട് ആരെങ്കിലും മദ്യം വേണ്ട എന്ന് വെക്കുമോ? ബാറുകളുടെ സമയം നീട്ടിയതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളോട് മന്ത്രി എം.പി. രാജേഷ് ഇന്ന് പ്രതികരിച്ചത് ഇങ്ങനെയാണ്. ആളുകൾ മദ്യം വേണ്ടെന്ന് വെക്കുകയല്ലേ വേണ്ടതെന്നാണ് മന്ത്രി ചോദിക്കുന്നത്. കാര്യം ശരിയാണ്, മദ്യപർക്ക് എന്തായാലും ഇക്കാര്യത്തിൽ സന്തോഷിക്കാം. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്തെ ഈ തീരുമാനത്തിൽ പന്തികേടുണ്ട് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. വി.ഡി. സതീശൻ തീരുമാനത്തെ അനുകൂലിച്ചിട്ടുണ്ടെന്നാണ് മന്ത്രി ഇന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാണോ മദ്യവർജനം എന്ന് ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇത് തെരഞ്ഞെടുപ്പ് ഡീലാണോ എന്നും ചോദിക്കുന്നുണ്ട്. വലിയ വിമർശനം പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചോദ്യവും ഇത് തന്നെയാണ്. ബാർ സമയം നീട്ടിയത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടോ? നോക്കാം ഇക്കാര്യത്തിൽ എന്താണ് ജനങ്ങൾക്ക് പറയാനുള്ളത് എന്ന്. കാരണം ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ ജനങ്ങളുടെ പ്രതികരണം അറിയാം. സനീറ്റ തിരുവനന്തപുരത്തുള്ള കുറച്ച് ആളുകളോട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് നോക്കാം. സംസ്ഥാനത്തെ ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടി നൽകി വിജ്ഞാപനമിറക്കിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. സർക്കാരിന്റെ ഈ തീരുമാനത്തിൽ ജനങ്ങൾക്കും പറയാനുണ്ട് ചിലത്. കേൾക്കാം ചില പ്രതികരണങ്ങൾ. ഭയങ്കര പ്രശ്നമാവില്ലേ? ചെറുപ്പക്കാരെല്ലാം ഒന്നുകൂടെ വഴിതെറ്റി പോകും, കൊച്ചു പിള്ളേരെല്ലാം. നല്ല കാര്യമാണ്, എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ മദ്യപിച്ച് റോഡിൽ കിടക്കാണ്ടിരുന്നാൽ മതി ആളുകൾ പോകുന്ന ആൾക്കാരൊക്കെ. സർക്കാർ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തായാലും പിണറായി സർക്കാരിന് ബിഗ് സല്യൂട്ട്. ആ സമയത്ത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം കൂടുതൽ നടക്കാൻ സാധ്യതയുണ്ട്. 11 മണിക്ക് ശേഷം പിടിച്ചു പറയും. സാമൂഹ്യ വിരുദ്ധന്മാരുടെ ശല്യം കൂടാൻ സാധ്യത. രാത്രിത്തെ സമയം നീട്ടിയതിൽ വലിയ കുഴപ്പം. പ്രഭാതത്തിൽ ജോലിക്ക് പോകേണ്ടവർ 10 മണിക്ക് ഹാജരാവേണ്ടവർ 10:30 മണി കഴിഞ്ഞാലും ഹാജരാകില്ല. ഈ 2 മണിക്കൂറിലും ഈ 2 അപവാദങ്ങളുണ്ട്. ഇതിനേക്കാളും അടി നടക്കും വീടുകളിൽ. ഇപ്പോൾ വേലയാണോ പൈസകളെ ഒന്നും കാണാനില്ല. അവരെല്ലാം ബാറിൽ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇനി 12 മണി വരെ ഇനി വീട്ടിൽ തരാതെ കൊണ്ടുപോകാമല്ല, ഉള്ള പൈസയും കൂടെ. അതാണ് ഇനിയിപ്പോൾ നടക്കാൻ പോണത്. ഒട്ടും സമാധാനം ഇല്ലാതാവും വീടുകളിൽ. ഈ 12 മണി എന്ന് പറഞ്ഞാൽ വീട്ടുകാർ ഈ കുടിച്ച് ഉന്മത്തനായിട്ട് വരുന്നവരെയൊക്കെ വീട്ടുകളിൽ കാത്തിരിക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടല്ലേ അത്? എനിക്കൊരു അഭിപ്രായമില്ല, നമ്മൾ ഉപയോഗിക്കില്ലല്ലോ. എനിക്കൊരു അഭിപ്രായമില്ല. പക്ഷേ നിർത്തലാക്കുകയാണെങ്കിൽ ഞാൻ 1 കോടി രൂപ തരാം. ഈ നിർത്തലാക്കുകയാണെങ്കിൽ എൻ്റെ വസ്തു വിറ്റെങ്കിൽ തരാം. കാര്യം അത്ര അഴിമതിയാണ് വീട്ടുകളെ ചെയ്യണം. പൈലുകൾ ഭയങ്കര അഴിമതിയാണ്. എൻ്റെ മോളാണ് ആറ്റുദേവിയാണ്, ഭയങ്കര അഴിമതിയാണ്. എൻ്റെ മതിൻ്റെ വെളിയിൽ ഭയങ്കര പ്രശ്നങ്ങളാണ് വെള്ളങ്ങൾ അടിച്ചിട്ടുണ്ടെന്ന്. എനിക്ക് ബാറുമായിട്ടൊരു ബന്ധവും ഇല്ല. എനിക്ക് അതിലൊരു അഭിപ്രായവും. കുടിക്കണമെന്മാർ ബാറുകളിൽ ചെന്ന് കുടിച്ച് പെട്ടെന്ന് മരിക്കും. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. ചിലപ്പോൾ അങ്ങനെ 6 മണി മുതൽ രാത്രി 11 വരെ മുമ്പ് ഉണ്ടായിരുന്നു. പിന്നെ ആന്റണി രാജു സാറ് കയറിയപ്പോൾ മൊത്തത്തിൽ കട്ടയമോട് മുടക്കി. ഈ 1-ാം തീയതി കൂടെ തുറന്ന് തന്നിരുന്നെങ്കിൽ നമ്മൾ മപ്പായിരുന്നു. സമയം കൂട്ടി നൽകിയതുകൊണ്ട് ആർക്കാണ് ലാഭം? എന്തായാലും മദ്യപാനികൾക്ക് ഇതൊരു സന്തോഷ വാർത്ത തന്നെയാണ്. തീരുമാനത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് രംഗത്തെത്തുന്നത്. ക്യാമറാമാൻ രതീഷിനോടൊപ്പം സനീറ്റ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം. അതുതന്നെ